കഴിഞ്ഞില്ലേ? ആസാനെ ഒരു സംശയം. ആനക്കൊമ്പ് കോൺസ കരിമറ്റല്ലേ? ഇതാ ആനക്കൊമ്പ്. എടാ ഇത് പടവലങ്ങ പടവലങ്ങ. ഓ പടവടങ്ങ പടവടങ്ങ. എന്നാലും ഒരു സംശയം. ആനക്കൊമ്പ് എൽശ്ശേരി में बनाएगा അവിയൽ बनाएगा? നീയേ തൽക്കാലം എലിശ്ശേരിയിലും അവിയലിലും ഒന്നും ഇടണ്ട. രണ്ടായി മുറിച്ച് പുഴുങ്ങി തിന്നെ, നിന്റെ ഭ്രാന്ത് മാറും. ഓ രണ്ടേ ഭ്രാന്ത് മാറും. अच्छा शुक्रिया ആശാനെ, बहुत बहुत शुक्रिया. ദൈവമേ അച്ഛാന്നൊക്കെ പറഞ്ഞു പോകുന്നു. ഈ ഭ്രാന്തന്മാരുടെ ഇടയിൽ കിടന്ന് ഞാൻ ഭ്രാന്ത് പിടിച്ച് മരിക്കും. മിക്കവാറും ഭ്രാന്ത് പിടിച്ച് മരിക്കും. മരണമെന്നെ തൊടുന്നതിൻ മുൻപേ മരണമെന്നെ തൊടുന്നതിൻ മുൻപേ നിഴലു പോലെന്നെ ഇറുകെ പിടിക്കനേ തരള നിശ്വാസ ചുംബനം കൊണ്ടെന്റെ നെറുകിലെ കനൽ ചൂടേറ്റുവാങ്ങനേ. എന്റെ കവിത കേട്ടിട്ട് താങ്കൾക്ക് കരച്ചിൽ വന്നില്ലേ? ഞാൻ എന്തിനു കരയണം? എന്റെ കവിത കേട്ടിട്ട് താങ്കൾക്ക് കരച്ചിൽ വന്നില്ലേ? കരഞ്ഞോന്നോ? കരഞ്ഞ് കരഞ്ഞ് എന്റെ കണ്ണും മുട്ടുദേവും കലങ്ങി നോക്കി മുല്ലപ്പെരിയാർ ഡാം തുറന്നു വിട്ട പോലെയാ. കരയണം, കരയണം, കരഞ്ഞു കരഞ്ഞു മരിക്കണം. അല്ല മാഷേ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. മാഷ് ഏത് സമയം ഈ സങ്കട കവിത പാടണെന്താ? വല്ലപ്പോഴൊക്കെ ഒരു സന്തോഷ കവിത പാടിക്കൂടെ? ഇതൊക്കെ ഒരു രസമല്ല പാട്ടി. സന്തോഷ കവിതയോ? ഞാനോ? അതിന് ഞാൻ മരിക്കണം. മരിച്ചാൽ പിന്നെ എങ്ങനെ പാടും? പറ്റും, മരിച്ചാലും ഞാൻ പാടും. അതാണ് വിശ്വൻ കലാലയ. മരിച്ചാലും ഞാൻ മരണത്തെ കുറിച്ച് പാടും. നിലാവ് പൊഴിക്കും വരേക്കുമെൻ പ്രണയമേ എന്നിലാർദ്രം തപിക്കനീ. പ്രണയമേ എന്നിലാർദ്രം തപിക്കനീ. എനിക്കെന്തോ വല്ലാത്ത ആശങ്ക തോന്നുന്നു. NIA പോലുള്ള വലിയൊരു ഏജൻസിയുടെ ഒരു സീനിയർ ഇൻസ്പെക്ടർ ഇവിടെ നമ്മെ തേടി വരുന്നത് എന്തിനു? അതും ഈ മെന്റൽ ഹോസ്പിറ്റലിൽ. ശരിയാണ് സാർ, എവിടെയോ എന്തോ കുഴപ്പമുണ്ട്. അവർക്ക് നമ്മളെ കൊണ്ട് എന്തോ അത്യാവശ്യ കാര്യമുണ്ട്. അത് എന്താണെന്ന് എത്ര ഊഹിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല സാർ. Good morning, doctor. I am Inspector Amarnath from NIA. താങ്കൾ മിസ്റ്റർ മേനോൻ, മാനേജർ അല്ലേ? യെസ് സാർ. അഭയം മെന്റൽ ഹെൽത്ത് സെന്റർ തുടങ്ങി
തുടങ്ങിയിട്ട് 6 മാസമായി. ആകെ 40 രോഗികൾ, സ്റ്റാഫ് ഉൾപ്പെടെ 50 പേർ. Am I correct? സാർ, ഈ സ്ഥാപനത്തിന്റെ ലൈസൻസിന് അപേക്ഷിച്ചപ്പോൾ ഇവിടെയുള്ള എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് സാർ. ഓക്കെ, ഞാനത് വെരിഫൈ ചെയ്തിരുന്നു. പക്ഷെ അതിൽ ചില പ്രശ്നങ്ങളുണ്ടല്ലോ. ചില രോഗികളുടെ പ്രായവും മേൽവിലാസവും ഒക്കെ മിസ്സിംഗ് ആണല്ലോ. വൈ? അത് ശരിയാണ് സാർ. അതിനൊരു കാരണവുമുണ്ട്. ശരിക്കും അതൊരു കഥയാണ്. സാറിന് സമയമുണ്ടെങ്കിൽ ഞാൻ ആ കഥ പറയാം. കഥ കേൾക്കാനൊന്നും എനിക്ക് സമയമില്ല. പക്ഷേ എന്റെ ചോദ്യത്തിന്റെ ഉത്തരം ആ കഥയാണെങ്കിൽ എനിക്കത് കേട്ടേ പറ്റൂ. ടെൽ മീ. സാർ, ഞാൻ 30 വർഷം അമേരിക്കയിൽ ഡോക്ടറായിരുന്നു. അവിവാഹിതനാണ്. സ്വന്തമായി ഉണ്ടായിരുന്നത് നാട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന അപ്പൻ മാത്രം. 1 വർഷം മുമ്പ് അപ്പൻ്റെ മനോനിലയെ എങ്ങനെയോ തെറ്റി വീട് വിട്ടറിഞ്ഞു. ഞാൻ നാട്ടിലില്ലായിരുന്നു. പോലീസും ഞങ്ങളുമൊക്കെ ഒരുപാട് അന്വേഷിച്ചു. പക്ഷെ കണ്ടെത്താനായില്ല. അപ്പോഴാണ് ജീവിതത്തിൻ്റെയും സമ്പാദിച്ച പണത്തിൻ്റെയും അർത്ഥമില്ലായ്മ എനിക്ക് മനസ്സിലായത്. ആരുമില്ലാത്തവനായി മാറിയ ഞാൻ അമേരിക്കയിലുള്ളതെല്ലാം ഉപേക്ഷിച്ച് നാട്ടിൽ വന്നു. പിന്നെ ഒരലച്ചിലായിരുന്നു, അപ്പനെ തേടിയുള്ള അലച്ചിൽ. ഒടുവിൽ ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടെത്തുക തന്നെ ചെയ്തു സാർ. കേരള തമിഴ്നാട് അതിർത്തിയിലെ ഒരു തെരുവിൽ ഒരു സംഘം ഭ്രാന്തന്മാരുടെ ഇടയിൽ തീരെ അവശനായ അദ്ദേഹത്തെ ഞങ്ങൾ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും എന്ത് ചെയ്യാം, അദ്ദേഹം അവിടെ വെച്ച് മരിച്ചു. മരിക്കുന്നതിന് മുമ്പ് അപ്പൻ എന്നോട് പറഞ്ഞു, സ്വന്തം മകനായ ഞാൻ കൊടുത്തതിനേക്കാൾ അധികം ഭക്ഷണം അദ്ദേഹത്തിന് ആ ഭ്രാന്തന്മാർ നൽകിയിരുന്നത്. അവരെ ഒരിക്കലും കൈവിടരുതെന്ന്. അപ്പന് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചു. അവരെയെല്ലാം ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. അധികാരികളുടെ അനുവാദത്തോടു കൂടി ഈ സ്ഥാപനം ആരംഭിച്ചു. അവർക്കെല്ലാം ഇവിടെ സ്വതന്ത്രമായി ജീവിക്കാം, സ്വന്തം വീട്ടിലെ പോലെ, ഒരു യൂണിഫോം പോലും ഇല്ലാതെ. പക്ഷേ ആരെന്നോ എന്തൊന്നോ അറിയാത്ത, സ്വന്തം മേൽവിലാസമോ പേരോ പോലും തിരിച്ചറിയാത്ത ഒരു പറ്റം ആൾക്കാർ ഇവിടെ ഉണ്ട് സാർ. എന്ത് കാരണം പറഞ്ഞ് ഞങ്ങൾ ആ പാവങ്ങളെ ഒഴിവാക്കും? ഓക്കെ, നിങ്ങൾ പറയുന്നതൊക്കെ വളരെ കൺവിൻസിംഗ് ആയ ഒരു കഥയാണ്. പക്ഷെ പോലീസ് ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ടല്ലോ. ഞങ്ങൾ എന്ത് ചെയ്യണം സാർ? ഇനി നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ ആസം ഫിത്തൂർ എന്നൊരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? He's a terrorist, a most wanted terrorist. അയാളുടെ രൂപമോ പ്രായമോ ശബ്ദമോ ഒന്നും നമുക്ക് ലഭ്യമല്ല. അയാളുടെ പേര് പോലും ശരിയാണോ എന്ന് നമുക്കറിയില്ല. ഈ ഇടയ്ക്ക് അയാൾ ഒരു മെസ്സേജ് പാകിസ്ഥാനിലേക്ക് പോയിട്ടുണ്ട്. ആ മെസ്സേജ് പോയിട്ടുള്ളത് ഈ നഗരത്തിൽ നിന്നാണ്. ഞങ്ങൾ അയാളുടെ പിന്നാലെ തന്നെയുണ്ട്. സാർ, ഒരു മെന്റൽ ഹോസ്പിറ്റലായി ഇവിടെ, അതുമായി എന്താ ബന്ധം? ബന്ധമില്ലായിരിക്കാം, പക്ഷെ ഞങ്ങൾക്ക് സൂക്ഷിച്ചേ മതിയാവും. അതുകൊണ്ട് ഇനി മുതൽ ഇവിടെ പുതുതായി ആരെങ്കിലും വരികയോ പോവുകയോ ചെയ്താൽ ഞങ്ങളെ വിവരം അറിയിക്കണം. സെക്യൂരിറ്റി കുറച്ചുകൂടി ശക്തമാക്കണം. അത് പറയാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞങ്ങൾ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം. സെക്യൂരിറ്റി ഇന്ന് തന്നെ ശക്തമാക്കാം സാർ. തൽക്കാലം അത് മതി. പിന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മളല്ലാതെ വേറൊരാളും അറിയാൻ പാടില്ല. കീപ് ഇറ്റ് ആസ് എ സീക്രട്ട്. പിന്നെ എനിക്കിപ്പോൾ ഈ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് ചുറ്റിക്കാണണം. പിന്നെ ഞാനൊരു സാധാരണക്കാരനായ ഇവിടെയുള്ളവർക്ക് മനസ്സിലാവാം.